ശമൂവേൽ രണ്ടാം പുസ്തകം അധ്യായം 24. കർത്താവിൻ്റെ കോപം വീണ്ടും ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ചു. നീ ചെന്ന് ഇസ്രായേലിനെയും യഹൂദയെയും എണ്ണുക എന്നിങ്ങനെ അവർക്ക് വിരോധമായി ദാവീദിന് തോന്നിച്ചു. അങ്ങനെ രാജാവ് തൻ്റെ സേനാധിപനായ യോവാബിനോട്, ദാൻ മുതൽ ബേർഷേബ വരെ ഇസ്രായേൽ ഗോത്രങ്ങളിൽ എല്ലാം നിങ്ങൾ സഞ്ചരിച്ചു ജനത്തെ എണ്ണി ജനസംഖ്യ എന്നെ അറിയിക്കണമെന്ന് കൽപ്പിച്ചു. അതിന് യോവാബ് രാജാവിനോട്, യജമാനനായ രാജാവിൻ്റെ കാലത്ത് തന്നെ അങ്ങയുടെ ദൈവമായ കർത്താവ് ജനത്തെ ഇപ്പോൾ ഉള്ളതിൽ 100 ഇരട്ടി വർദ്ധിപ്പിക്കട്ടെ. എങ്കിലും യജമാനനായ രാജാവ് ഈ കാര്യത്തിന് ആഗ്രഹിക്കുന്നത് എന്തിനെന്ന് പറഞ്ഞു. എങ്കിലും യോവാബും സേനാനായകന്മാരും രാജാവിൻ്റെ കൽപ്പന അനുസരിക്കേണ്ടി വന്നു. അങ്ങനെ യോവാബും സേനാനായകന്മാരും ഇസ്രായേൽ ജനത്തെ എണ്ണുവാൻ രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. അവർ യോർദാൻ കടന്നു ഗാദ് താഴ്വരയുടെ മധ്യേയുള്ള പട്ടണത്തിന് വലതുവശത്ത് അരോവേരിലും യാസേരിനു നേരെയും കൂടാരമടിച്ചു. പിന്നെ അവർ ശിലേയാദിലും തഫ്രീം ഗോപ്ഷി ദേശത്തും ചെന്നു. അവർ ദാൻയോനിലും ചുറ്റി സീദോനിലും ചെന്നു. പിന്നെ അവർ സോർ കോട്ടയ്ക്കും ഹിവ്യരുടെയും കനാന്യരുടെയും എല്ലാ പട്ടണങ്ങളിലും ചെന്നു. യഹൂദയുടെ തെക്ക് ഭാഗത്ത് ബേർഷേബയിലേക്ക് പുറപ്പെട്ടു. ഇങ്ങനെ അവർ ദേശമെല്ലാം സഞ്ചരിച്ചു. 9 മാസവും 20 ദിവസവും കഴിഞ്ഞ ശേഷം യെരൂശലേമിലെത്തി. യോവാബ് ജനത്തെ എണ്ണിയതിൻ്റെ ആകത്തുക രാജാവിനു കൊടുത്തു. ഇസ്രായേലിൽ ആയുധം പാണികളായ യോദ്ധാക്കൾ 8,00,000 യഹൂദ്യർ 5,00,000 ഉണ്ടായിരുന്നു. എന്നാൽ ദാവീദ് ജനത്തെ എണ്ണിയ ശേഷം തൻ്റെ മനസ്സ് വിഷമിച്ച് കർത്താവിനോട്, ഞാൻ ഈ ചെയ്തത് മഹാപാപം. എന്നാൽ കർത്താവേ, അടിയൻ്റെ കുറ്റം ക്ഷമിക്കണമേ. ഞാൻ വലിയ ഭോഷത്വം ചെയ്തു പോയി എന്ന് പറഞ്ഞു. ദാവീദ് രാവിലെ എഴുന്നേറ്റപ്പോൾ ഗാദ് പ്രവാചകന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. നീ ചെന്ന് ദാവീദിനോട്, ഞാൻ 3 കാര്യങ്ങൾ നിന്റെ മുമ്പിൽ വയ്ക്കുന്നു. അതിൽ ഒന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക. അത് ഞാൻ നിന്നോട് ചെയ്യും എന്നിങ്ങനെ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറയുക. ഗാദ് ദാവീദിൻ്റെ അടുക്കൽ ചെന്ന് അവനോട് അറിയിച്ചു, നിന്റെ ദേശത്ത് 7 സംവത്സരത്തെ ക്ഷാമം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ 3 മാസം നിന്റെ ശത്രുക്കൾ നിന്നെ പിന്തുടരുകയും നീ അവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്യുകയോ, അല്ലെങ്കിൽ നിന്റെ ദേശത്ത് 3 ദിവസത്തെ വസന്തം ഉണ്ടാകുകയോ, എന്ത് വേണം? എന്നെ അയച്ചവനോട് ഞാൻ മറുപടി പറയേണ്ടതിന് നീ ആലോചിച്ചു നോക്കുക എന്ന് പറഞ്ഞു. ദാവീദ് ഗാദിനോട്, ഞാൻ വലിയ വിഷമത്തിൽ ആയിരിക്കുന്നു. നാം കർത്താവിൻ്റെ കയ്യിൽ തന്നെ വീഴട്ടെ. അവൻ്റെ കരുണ വലിയതത്രേ.
മനുഷ്യൻ്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു. ദാവീദിന് വസന്ത തിരഞ്ഞെടുത്തു. ദാവീദ് വസന്ത തിരഞ്ഞെടുത്തു. ജനത്തിൽ വസന്ത പടർന്നത് കൊയ്ത്തുകാലത്തായിരുന്നു. അങ്ങനെ കർത്താവ് ഇസ്രായേലിൽ രാവിലെ തുടങ്ങി നിശ്ചയിച്ച അവധി വരെ വസന്ത അയച്ചു. താൻ മുതൽ ബേർഷേബ വരെ ജനത്തിൽ 70,000 പേർ മരിച്ചുപോയി. എന്നാൽ ദൈവദൂതൻ യെരൂശലേമിനെ ബാധിപ്പാൻ അതിന്മേൽ കൈനീട്ടിയപ്പോൾ കർത്താവ് അനർത്ഥത്തെക്കുറിച്ച് വിഷാദിച്ചു. സംഹാരദൂതനോട് മതി, നിന്റെ കൈ പിൻവലിക്ക എന്ന് കൽപ്പിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ യെബൂസ്യൻ അരമനയുടെ കളത്തിനടുത്ത് ആയിരുന്നു. ജനത്തെ ബാധിക്കുന്ന ദൂതനെ ദാവീദ് കണ്ടിട്ട് കർത്താവിനോട്, ഇടയനായ ഞാനല്ലോ പാപം ചെയ്തത്, ഞാനല്ലോ കുറ്റം ചെയ്തത്. ഈ ആടുകൾ എന്തു ചെയ്തു? നിന്റെ കൈ എനിക്കും എൻ്റെ പിതൃഭവനത്തിനും വിരോധമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. അന്ന് തന്നെ ഗാദ് ദാവീദിൻ്റെ അടുക്കൽ വന്നവനോട്, നീ ചെന്ന് യെബൂസ്യനായ അരവുന്നായുടെ കളത്തിൽ കർത്താവിൻ്റെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ കൽപ്പന പ്രകാരം യാത് പറഞ്ഞതുപോലെ ദാവീദ് അവിടെ പോയി അരവുന നോക്കി. രാജാവും അവൻ്റെ ഭൃത്യന്മാരും തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടപ്പോൾ അരവുന ചെന്ന് രാജാവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യജമാനനായ കർത്താവ് അടിയൻ്റെ അടുക്കൽ വരുന്നത് എന്ത് എന്ന് അരവുന ചോദിച്ചതിന് ദാവീദ്, ബാധ ജനത്തെ വിട്ടുമാറുവാൻ തക്കവണ്ണം കർത്താവിനൊരു യാഗം പണിയേണ്ടതിന് ഈ കളം നിന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ അത്രേ എന്ന് പറഞ്ഞു. അരവുന രാജാവിനോട്, യജമാനനായ കർത്താവിന് ബോധിച്ചത് എടുത്ത് യാഗം കഴിച്ചാലും ഹോമയാഗത്തിന് കാളകളും വിറകിന് മിതിവണ്ടികളും നുകങ്ങളും ഇതാ രാജാവേ, ഇതെല്ലാം അരവുന രാജാവിന് തരുന്നു എന്ന് പറഞ്ഞു. അങ്ങയുടെ ദൈവമായ കർത്താവ് അങ്ങയിൽ പ്രസാദിക്കുമാറാകട്ടെ എന്ന് അരവുന രാജാവിനോട് പറഞ്ഞു. രാജാവ് അരവുനയോട്, അങ്ങനെയല്ല, ഞാൻ അത് നിന്നോട് വിലയ്ക്ക് വാങ്ങുകയുള്ളൂ. എനിക്ക് ഒന്നും ചെലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ കർത്താവിന് ഹോമയാഗം കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് തോട്ടവും കാളകളെയും 50 എസ്തീറാക്കി വാങ്ങി. ദാവീദ് കർത്താവിന് അവിടെ ഒരു യാഗപീഠം പണിതു. ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു. അപ്പോൾ കർത്താവ് ദേശത്തിൻ്റെ പ്രാർത്ഥന കേട്ടു. ബാധ ഇസ്രായേലിനെ വിട്ടുമാറി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.